നമ്മൾ ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്തിരുന്ന ജിമ്മിനോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടമില്ലേ? സത്യം പറഞ്ഞാൽ എന്റെ ഫിറ്റ്നസ് ജേണി തുടങ്ങിയത് തന്നെ ഈ ജിമ്മിൽ നിന്ന്. വായോ, എന്റെ പഴയ ജിമ്മും എന്റെ ജിമ്മിലെ ആശാനെയും കാണാം. ഈ നാട്ടുമ്പുറത്തെ സായാഹ്നങ്ങൾ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ? നോക്കിക്കേ, എന്ത് ഭംഗിയാ ആകാശം കാണാൻ. അടുത്താണ് കേട്ടോ ജിമ്മ്, 1 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ ജിമ്മിലെത്തി. ആശാൻ വരാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത് എന്നാ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, വാമപ്പ് ചെയ്യുക. വാമപ്പ് ചെയ്തിട്ട് മാത്രമേ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് ഈ ജിമ്മിലാണ്. ഞാൻ ട്രെയിനർ ആവുന്നിടം വരെയും ഒരു ജിമ്മിലും വർക്കൗട്ട് ചെയ്യാൻ വേറെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷത്തെ ഒരുപാട് നല്ല ഓർമ്മകൾ എനിക്കുണ്ട് ഈ ജിമ്മിൽ. ട്രെയിനിങ് ഞാൻ പിന്നെ എവിടെ പോയാലും എന്റെ കൂടെ കാണും. ആസ് എ സർട്ടിഫൈഡ് കോച്ച് അതൊരു നല്ല സൈനാണ്. എന്നോട് കുറെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ഞാൻ കുറെ നാളായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, എനിക്കും ട്രെയിനർ ആവണോ? നമ്മൾ ഒരു ട്രെയിനർ ആവുന്നതും വർക്കൗട്ട് ചെയ്യുന്നതും ഒരു ക്ലയന്റിനെ മാനേജ് ചെയ്യുന്നതും ഒക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ. അതിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയാം. ഇതാണ് എന്റെ ആശാൻ അനൂപണ്ണൻ. എനിക്കൊരു ട്രെയിനിങ് സ്കില്ലുണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞ അനൂപണ്ണനാണ്. ഞാൻ ഓൾറെഡി എന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനൂപണ്ണനാണ് എന്നോട് പറഞ്ഞത് പോയി കോഴ്സ് ചെയ്യ്, ഒരു ട്രെയിനർ ആവാൻ പറ്റിയ എല്ലാ പൊട്ടൻഷ്യലും എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞതും അനൂപണ്ണനാണ്. നമുക്ക് എല്ലാവർക്കും ഒരു കഴിവുണ്ടാവുമല്ലോ, ആ കഴിവിലൊരു ബേസ് ഉണ്ടല്ലോ. ആ ബേസ് എനിക്ക് അനൂപണ്ണന്റെ അടുത്ത് നിന്നാണ് കിട്ടിയത്. ബിക്കോസ് ആശാനാണ് എനിക്ക് വർക്കൗട്ടുകൾ പറഞ്ഞു തന്നതും എന്റെ ബേസ് അടിപൊളിയാക്കി തന്നതും. ശരിക്കും നമുക്ക് എല്ലാവർക്കും കാണത്തില്ല ഇതുപോലൊരാള് നമ്മുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ ഉണ്ടാവില്ലേ? സത്യം പറഞ്ഞാൽ എന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഈ മനുഷ്യൻ. നിങ്ങൾക്കും കാണത്തില്ലേ ഇതുപോലൊരു ആശാൻ? കമ്മോൺ, മെൻഷൻ ചെയ്തു ആശാനെ. അങ്ങനെ എന്റെ വർക്കൗട്ടും ഫിനിഷായി. അറിയാലോ, സ്ട്രെച്ച് ചെയ്യണം. വർക്കൗട്ട് കഴിഞ്ഞാൽ സ്ട്രെച്ച് ചെയ്യാണ്ട് വീട്ടിൽ പോകാൻ പാടില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ടാറ്റ.